ബ്രില്യന്റിന്റെ ആദ്യകാല സ്ത്രീ സാന്നിധ്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത റോളുള്ള ഒരു വ്യക്തിത്വമാണ് മിഥു മിസ്. കഴിഞ്ഞ 19 വർഷക്കാലമായി ബ്രില്യൻ ഫാമിലിയുടെ ഭാഗമായും അതോടൊപ്പം തന്നെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചിരിക്കുന്ന മുഖമായി മാറിയ വ്യക്തിത്വമാണ് മിഥു മിസ്. മിസ്സേ, വെൽക്കം. മിസ്സിന്റെ ടീച്ചിങ് പ്രൊഫഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എപ്പോഴാണ് മിസ്സിന് എൻ്റെ കരിയർ ടീച്ചിങ് ആണെന്ന് തോന്നി തുടങ്ങിയത്? എൻ്റെ പേരൻസ് ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് ടീച്ചിങ് പ്രൊഫഷനോടായിരുന്നു താല്പര്യം. അപ്പോൾ BSc കഴിഞ്ഞു, MSc, B.Ed ആ ഒരു പാത്വേയിലൂടെ തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹം. അതിന് ശേഷം ഞാൻ 1-2 സ്കൂളുകളിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ചീന്തലാർ എന്ന് പറയുന്ന ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഒരു B.Ed റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സ്കൂളിൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെയാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത്. B.Edൻ്റെ റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് കുറച്ച് നാൾ. തമിഴ് മീഡിയം ഒക്കെ ഉള്ള ഒരു സ്കൂളായിരുന്നു. ബോട്ടണി ടീച്ചറായിട്ട് ചെയ്യുന്നത് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പ്രാക്ടിക്കൽ വർക്കൊക്കെ ചെയ്യിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ എൻ്റെ ജന്മനാട്ടിൽ തന്നെ കൈപ്പുഴ സെൻറ്റ് ജോർജസ് VHSC അവിടെ വർക്ക് ചെയ്തു 5 മാസത്തേക്ക് ഒരു ലീവ് വേക്കൻസിയിൽ. അതിനെ തുടർന്ന് ഒട്ടും ടൈം ലാപ്സ് ഇല്ലാതെ ഞാൻ കുടമാളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്ത് ഗസ്റ്റ് ലെക്ചറായിട്ട് ആ ഇയർ തീർന്നു. ആ അധ്യയന വർഷം കഴിഞ്ഞു. അടുത്ത വർഷത്തേക്ക് ഏതെങ്കിലും സ്കൂളിലൊക്കെ ആപ്ലിക്കേഷൻ അയക്കുക എന്നുള്ള ഒരു രീതിയിലിരുന്നപ്പോഴാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല, പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു ടീച്ചേഴ്സ് വാണ്ടഡ് എന്നുള്ളത്. അത് അയക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അയച്ചു. എന്നെ സന്തോഷ് സാറാണ് വിളിക്കുന്നത്. ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. സാറ് ഡീറ്റെയിൽസും ഇവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ പറഞ്ഞു. അതിനുശേഷം ജോർജ് സാറ് ഇവിടുത്തെ സാലറി അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ എന്താണ് നടക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് വിവരിച്ചു തന്നു. ഞങ്ങളൊരു ടീമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പുതിയൊരു തുടക്കമായിരുന്നെന്ന്. കാരണം മരിയൻ കോളേജിൻ്റെ അവിടെ നമ്മുടെ കൊട്ടാരം കോളേജ് ക്യാമ്പസിലേക്ക് ഞങ്ങൾ കുറേ ഏറെ ഉദ്യോഗാർത്ഥികൾ വരുന്നത്. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് പുതിയ ബിൽഡിങ് ഇവിടെ മുത്തോലിയിൽ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. നമ്മുടെ ഈ A ബ്ലോക്ക് എന്ന് പറയുന്നത്, അതിനാകെ ആദ്യത്തെ A ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ 2 നിലയേ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബ്ലോക്കിലാണ് നിങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് നമ്മളെ അയക്കുകയായിരുന്നു. അങ്ങനെ അയച്ചപ്പോഴത്തേന് നമുക്ക് ബുദ്ധിമുട്ടും വിഷമവും തോന്നി. കാരണം നമ്മൾ വന്ന സ്ഥലം മരിയൻ, അവിടെ നിന്ന് വിട്ടുപോകുക, കൊട്ടാരം കോളേജിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടും വിഷമമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ തുടക്കമാണെന്നൊക്കെ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ഇവിടെ വന്ന് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു A ബ്ലോക്കിലേക്ക്. 2005 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം A ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത ആ കാലഘട്ടം തൊട്ട് മിസ് ഇവിടെ ഉണ്ട്. A ബ്ലോക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളൊരു ടീംസ് പുതിയതായിട്ട് നിങ്ങളെപ്പോലെ ജൂനിയർ സ്റ്റാഫ് വന്നതുപോലെ MSc B.Ed കഴിഞ്ഞ ഒരു ടീം വരികയായിരുന്നു. അപ്പം മിസ് ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ലേഡി സ്റ്റാഫിൻ്റെ എണ്ണം വളരെ കുറവല്ലായിരുന്നോ? ഇനി അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള ലേഡി സ്റ്റാഫ് വരുന്നതിന് മുമ്പ് ഇവിടെ വളരെ പഠിപ്പിക്കുന്ന ലേഡി സ്റ്റാഫിൻ്റെ എണ്ണം കുറവായിരുന്നു. അപ്പം അങ്ങനെ ഒരു എൻട്രൻസ് ഫീൽഡിലേക്ക് ആദ്യമായിട്ടൊരു ലേഡി സ്റ്റാഫായിട്ട് വരിക, അതുപോലെ കരിയർ ബിൽഡപ്പ് ചെയ്തെടുക്കുക, സ്റ്റിൽ ഇപ്പോഴും ഒരു സക്സസ്ഫുൾ ലേഡി പ്രൊഫസറായിട്ട് തന്നെ മിസ് ഇവിടെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്? അപ്പോൾ വന്നപ്പോഴേക്കും ഞാൻ ക്ലാസ് ടീച്ചറായിട്ടാണ് വരുന്നത്. ക്ലാസ് ടീച്ചറായിട്ട് വരുമ്പം ഇവിടെ ഡയറക്ടേഴ്സിന് ക്ലാസ് ചാർജ് ഉണ്ട്. സ്റ്റീഫൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് B1 എന്ന് പറയുന്ന ഒരു ബാച്ചിൻ്റെ അസിസ്റ്റൻ്റായിട്ട് സാറിന് തിരക്കാവുമ്പം നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ആളായിട്ടാണ് ഞാനിവിടെ ആദ്യം വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു ചാപ്റ്റർ എടുത്ത് നോക്കാൻ പറയുന്നു. കുട്ടികളോട് അഭിപ്രായം ചോദിച്ചിട്ട് എക്കോളജി ചാപ്റ്ററായിരുന്നു. അത് സക്സസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കുകയായിരുന്നു. അതിനുശേഷം മറ്റു പല ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ലേഡി സ്റ്റാഫ് കുറവായിരുന്നു. സത്യമാണ്, റോഷിനി മിസ് മാത്രമായിരുന്നു എനിക്ക് മുമ്പ് പഠിപ്പിക്കുന്നതായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സൗണ്ട് കൊണ്ട് എനിക്ക് കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തുടർച്ചയായിട്ട് നമ്മളെ പറഞ്ഞു തരികയും നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്നവരായിരുന്നു. ഡയറക്ടേഴ്സ് ആണെങ്കിലും മറ്റ് ഫാക്കൽറ്റീസ് ആണെങ്കിലും നമുക്ക് തിരുത്തുകൾ പറഞ്ഞു തരുന്നതും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അതിൽ നോ എന്ന് പറയാതിരിക്കുക
പറയാതിരിക്കുക എന്ന് ഞാൻ പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. നോ പറയാതിരിക്കുക എന്നുള്ളത് പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് എന്ത് പരിപാടി തന്നാലും മിസ് അത് ചെയ്യാൻ എന്തിനും പുറകിൽ നിന്നാണേലും ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട്. ചിലപ്പം പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വന്നില്ല എന്നിരിക്കും, എങ്കിൽ പോലും എല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം ഞാനൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പ്രോസസ് റൂമിൽ വരുമ്പോൾ കാണാറുണ്ട് കുറേ സ്റ്റുഡൻസ് മിസ്സിൻ്റെ അടുത്ത് ഹാപ്പി ആയിട്ട് വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ഡൗട്ട് സോൾവ് ചെയ്യാനാണെങ്കിൽ അവർ ഭയങ്കര കോൺഫിഡൻറ്റോടെയാണ് വരുന്നത്. അവിടെ നിന്ന് ഒരു ഉത്തരം കിട്ടും, പിന്നെ ഒരു അപ്രോച്ച് ചെയ്യാനൊരു പേടിയൊന്നും കാണുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് മിസ് അങ്ങനെ ഒരു ലെവലിലേക്ക്, അതായത് എല്ലാ കുട്ടികൾക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആളായിട്ട് മാറിയത്? നല്ല ഒത്തിരിയേറെ മാർക്ക് കിട്ടിയ കുട്ടികൾ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾ, അങ്ങനെ ഒരു വേരിയേഷനോ സെപ്പറേഷനോ നമുക്കിവിടെ ബ്രില്യൻറ്റിൻ്റെ കവാടം കടന്നു വരുന്ന കുട്ടികളോട് കാണിക്കാനില്ല. അപ്പോൾ വന്നു കഴിയുമ്പോൾ എല്ലാവരും നമുക്ക് ഒരുപോലെയാണ്. ആ ഒരുപോലെ ഉള്ള കുട്ടികളിൽ നമുക്കിപ്പോൾ പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്നായിരിക്കുമല്ല, ഔട്ട് ഓഫ് NCERT ചിലപ്പം നോക്കേണ്ട കാര്യമല്ലായിരിക്കും കുട്ടികൾ ചോദിക്കുന്നത്. പക്ഷേ കുട്ടികൾക്ക് ഒരു ആൻസർ കിട്ടുക എന്നുള്ളത് മസ്റ്റാണ്. അവർക്കത് കിട്ടണം. നമ്മളത് പഠിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ അവർക്ക് ആൻസർ കിട്ടുക എന്നുള്ളതൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത് വരത്തില്ല, എന്നാലും ഇതിൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപോലെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം അവർക്ക് വേണ്ട വിധം ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് വരുമോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അപ്പം വളരെ സന്തോഷത്തോടെ തന്നെ അവരുടെ ക്വസ്റ്റ്യൻസ് സ്വീകരിക്കുക, ആൻസർ പറയുകയും ചെയ്യുമ്പോൾ അവരും ഹാപ്പിയാണ്. അവർക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള കുട്ടികളല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് അതിൽ നമ്മൾ ലേഡി സ്റ്റാഫിനെ കാണുമ്പോൾ ഒരു അമ്മയുടെ ഒരു കരുതൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശ്രദ്ധിക്കാറുണ്ട് മിസ്സിന്റെ അടുത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേർ വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് മിസ്സും അവരും ഇന്ററാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ അമ്മയുടെ കരുതൽ, ആ ഒരു വിടവ് നികത്തുക എന്നുള്ളത് പോലെ നമ്മൾ എന്തെങ്കിലും കഴിച്ചോ, ശരിയായിട്ട് ഉറങ്ങിയോ, അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുന്നത് പോലും അവർക്ക് വളരെ സന്തോഷമാണ്. ഒരു നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ട് എന്നുള്ള ഫീലിംഗ്, അതെന്താണേലും ലേഡി സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം മിസ് ഇപ്പം 19 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ബ്രില്യൻറ്റിൻ്റെ പല സെൻറ്ററുകൾ കേരളത്തിൻ്റെ പല ജില്ലകളിലായിട്ടും ഉണ്ട്. ക്ലാസ് അസൈൻ ചെയ്യുമ്പം പല ജില്ലകളിൽ പല സെൻറ്ററുകളിലായിട്ടാണ് ക്ലാസ് അസൈൻ ചെയ്യുന്നത്, നമ്മൾ പോവുകയും വേണം. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ ഫെസിലിറ്റീസാണ് മിസ്സിന് അറേഞ്ച് ചെയ്ത് തരുന്നത്? നമ്മളെ പ്രധാനമായിട്ടും നമ്മളെ ഇവിടുന്ന് തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആക്കും എന്നുള്ളത് ഞങ്ങൾ ലേഡി സ്റ്റാഫിനെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമാണ് കേട്ടോ. നമുക്ക് തന്നെ പോകേണ്ടി വരുന്നില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കണമെങ്കിൽ 1 വീക്ക് അത്രയും ഡ്യൂറേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ലേഡീസ് ഹോസ്റ്റൽ അവൈലബിൾ ആയിരിക്കും. നമുക്ക് അക്കോമഡേഷൻ, ഫുഡ്, ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ എന്ന് വിളിച്ച് അന്വേഷിച്ച് തന്നെ അത് റെഡിയാക്കി തരാൻ ഇവിടുത്തെ അതോറിറ്റീസ് ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ വേറൊരു സ്ഥലത്താന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും നമുക്ക് പോകണ്ട അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇവിടുത്തെ പോലെ തന്നെയാണ് നമുക്ക് ആ സെൻറ്ററിൽ ചെല്ലുമ്പോഴും. ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് അത്രയും ഓർക്കാനുള്ളൂ. പാലയിൽ നിന്ന് ഇത്തിരി ദൂരെയാണേലും ചെന്ന് കഴിയുമ്പോൾ ആ ഫീലിംഗ് അങ്ങ് മാറും. അപ്പം മിസ് കുറേ സെൻറ്ററിൽ ഇതുപോലെ പോയി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പല പിള്ളേരുടെ ഇടയ്ക്കുള്ള ഒരു മിസ്കോൺസെപ്റ്റാണ്, അതായത് ബ്രില്യൻറ്റ് മുത്തോലി ക്യാമ്പസിൽ വന്ന് പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ മുത്തോലി ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഞാൻ പല സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം മിസ്സിന് അങ്ങനെ പല സെൻറ്ററിൽ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇന്ന സെൻറ്ററാണ് നല്ലത് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്നും തോന്നിയിട്ടില്ല. കാരണം അവർക്ക് വീട്ടിൽ നിന്ന് അധികം ദൂരമല്ലാതെ വരാൻ പറ്റുന്ന ഒരു സെൻറ്റർ സെലക്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. വീട്ടിൽ പോകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. കാരണം എല്ലാ സെൻറ്ററിലും ഒരേ ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. മിക്കവാറും ടോപ്പിക് എല്ലാം കവർ ചെയ്തു പോകുന്നത്. ഒരു സെൻറ്ററിൽ പഠിപ്പിച്ച് കഴിയുമ്പോൾ അടുത്ത സെൻറ്ററിലേക്ക് അവർ തന്നെ റൊട്ടേറ്റ് ചെയ്തു പോവുകയാണല്ലോ. അങ്ങനെ പോകുമ്പോഴത്തേന് ഒരു കാരണവശാലും അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും അടുത്തുള്ള ആ ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ണൂർ മുതൽ ഇങ്ങോട്ടുള്ള 8 സെൻറ്ററിലായിട്ട് അവരവരുടെ നെറ്റീവ് പ്ലേസിനോട് അടുത്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഏത് ടീച്ചേഴ്സും പാലയിൽ പഠിപ്പിക്കുന്നതും കണ്ണൂരിൽ പഠിക്കുന്ന ഒരേ ആൾക്കാർ തന്നെയാണ്. പരമാവധി അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് എല്ലായിടത്തും ഒരേ ഫെസിലിറ്റിയും കാര്യങ്ങളുമാണ് കിട്ടുന്നത്. അപ്പം പ്രൊഫസർമാരെ നമ്മൾ ഓരോ സെന്ററിലേക്ക് വിടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇന്ന സെന്ററിൽ ഇന്ന പ്രൊഫസർ അങ്ങനെ വേർതിരിവൊന്നും ഇല്ലല്ലേ? എല്ലാ സെന്ററിലും ഒരേപോലെ? എല്ലാ സെന്ററിലും ഒരേപോലെ തന്നെ ടോപ്പിക്ക് കവർ ചെയ്യുന്നതിനനുസരിച്ച് മാറി മാറി റൊട്ടേറ്റ് ചെയ്തു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഓരോ സെന്ററും പുതിയതായിട്ട് തുടങ്ങുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാണ് വിടുന്നത്. അപ്പം മിസ് ആദ്യം വന്ന സമയത്ത് മിസ്സിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഫ്രണ്ട്സിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. ക്ലാസ് ടീച്ചേഴ്സായിട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ. ആ കൂടെയുള്ള ദീപാമോൾ, ജീവി, അനിത,
പിന്നെ സെറിമോൻ സാറും ഒക്കെ നമ്മൾ വരുന്ന വർഷമുള്ളതാണ്. പിന്നെ എൻ്റെ കൂടെ പഠിച്ചത് BEdന് പഠിച്ചതാണ് ജോസഫ് സാറ്, JMP എന്ന് പറയുന്ന മെഡിക്കലിൻ്റെ കോർഡിനേറ്ററായ ജോസഫ് സാറ്. പിന്നെ എൻ്റെ കൂടെ MSCക്ക് പഠിച്ചതാണ് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ സാഗ് എന്ന് പറയുന്ന ശ്രീജിത്ത് സാറൊക്കെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കാണുന്നതാണ് കേട്ടോ. ഇവർ പിന്നീടാണ് വന്നത്. എങ്കിൽ പോലും എല്ലാവരെയും ഇവിടെ വന്നു കഴിയുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയല്ല, സാർ ടീച്ചർ എന്നുള്ള ആ ഒരു ബന്ധം അത് ബഹുമാനത്തോടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം പ്രൊഫഷണൽ ലൈഫിൽ മിസ് ഒരു സക്സസ്ഫുൾ ലേഡിയാണ്. ഇനി ഫാമിലി ലൈഫിലേക്ക് വരുമ്പം എങ്ങനെയാണ് മിസ്സിൻ്റെ ഫാമിലി വിശേഷങ്ങൾ? ഞാനിവിടെ വന്നു കഴിഞ്ഞായിരുന്നു എൻ്റെ മാര്യേജ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഡേ സ്കോളറായിട്ട് പോയി വരുമായിരുന്നു. അടുത്ത് തന്നെ ഏറ്റുമാനൂർ അടുത്ത് കൈപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ 2005 ഞാനിവിടെ വരുന്നു. 2007 ജനുവരിയിലാണ് മാര്യേജ് നടക്കുന്നത്. അപ്പോൾ ആ ജനുവരിയിൽ ഹസ്ബൻഡിൻ്റെ അപ്പോൾ ജോലി ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പേർക്കും പോയി വരാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ മുത്തോലി തന്നെ റെൻറ്റിന് ഹൗസ് എടുത്ത് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 16 വർഷത്തോളം അങ്ങനെയാണ് ഞങ്ങൾ താമസിച്ചത്. ഒരു വർഷമായിട്ട് കിടങ്ങൂര് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി. 2 കുട്ടികളാണുള്ളത്. മൂത്തയാൾ മോളാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയാൾ മോൻ 8ൽ പഠിക്കുന്നു. പാലാ ചാവറ സ്കൂളിലാണ് പഠിക്കുന്നത്. അവർ രണ്ടുപേരും ഇവിടെ ഫൗണ്ടേഷനും പഠിക്കുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് ഇവിടുത്തെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പം മൂത്തയാളുടെ പേര് ജലീറ്റ ജോ എന്നാണ് മൂത്തയാളുടെ പേര്. ഇളയാൾ ജെറോം ജോ. അപ്പം ഇവരെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ മിസ് കയറിയിട്ടുണ്ടോ? ഫസ്റ്റ് ക്ലാസ്സിൽ ജെല്ലിറ്റയ്ക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ കയറിയായിരുന്നു. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. കുഴപ്പമില്ല, ഫ്രണ്ട്സും എല്ലാം വളരെ അറ്റൻറ്റീവായിട്ടിരിക്കുന്നു. ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ നമ്മൾ മോളാണോ അങ്ങനെ നോക്കുകയല്ലേ, എല്ലാവരും നമുക്ക് ഒരുപോലെ തന്നെയാണ്. എനിക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഒരേ ഫീലിംഗ്, എല്ലാവരോടും ഒരേപോലെ ആണ് മക്കളെ പോലെ പഠിപ്പിക്കാനായിട്ട് പറ്റി എല്ലാവരും. അപ്പം അമ്മ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ മോക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു? അവൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ജെറോമാണെ പറയും അമ്മയുടെ ക്ലാസ് എന്നാ എനിക്ക് വരുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പം മിസ്സേ, അപ്പം ക്ലാസ് ടീച്ചറായിട്ടായിരുന്നല്ലോ മിസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ക്ലാസ് ടീച്ചറിൽ നിന്ന് ഒരു പ്രൊഫസറിലേക്ക് മാറിയപ്പോഴത്തേക്കും മിസ്സിന് എന്തൊക്കെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്? ക്ലാസ് ടീച്ചർ എന്ന് പറയുമ്പോൾ കുട്ടികളോട് നമ്മുടെ ക്ലാസ്, അവരുടെ എക്സാംസ്, അതിൻ്റെ കാര്യങ്ങൾ ആ ഒരു ഒന്നും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് പ്രൊഫസേഴ്സ് ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറിയപ്പോൾ എനിക്ക് കുട്ടികളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാകും. അവർക്ക് എക്സാം, അതെങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാകും. അതിനനുസരിച്ച് പഠിപ്പിക്കാനും ഒക്കെ ഒന്നും കൂടെ നന്നായിട്ട് തോന്നുന്നു. ക്ലാസ് ടീച്ചറിൽ നിന്ന് വന്നപ്പോൾ കുട്ടികളെ കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. മിസ് എന്തുകൊണ്ടാണ് ഈ ബോട്ടണി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, അങ്ങനെ ബോട്ടണി എടുത്ത് ഞാൻ ടീച്ചിങ് കരിയറിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചത്? മറ്റ് സബ്ജക്റ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്ന ഒരു സമയത്തും പ്ലാൻസും കാര്യങ്ങളും ഇഷ്ടമാണ്. ഒന്നാമത് പപ്പയുടെ അനിയൻ ബോട്ടണി ആയിരുന്നു. അപ്പോൾ അതിനോട് പപ്പ മാത്സും മമ്മി മലയാളമായിരുന്നു. അപ്പം ബോട്ടണി അതിൽ എനിക്ക് പ്രിയപ്പെട്ട സെക്കൻഡ് ഗ്രൂപ്പാണ് എടുത്തത് സയൻസ്. അപ്പോൾ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് മാന്നാനം KE കോളേജിലാണ് പഠിച്ചത്. ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ നല്ലതായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ചേരാമെന്നോർത്ത് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മാന്നാനത്ത് തന്നെ ഡിഗ്രിക്ക് ചേരുമായിരുന്നു. പിന്നെ MSCക്ക് SB കോളേജിലായിരുന്നു. പിന്നെ വീണ്ടും തിരിച്ച് മാന്നാനത്തേക്ക് സെൻറ്റ് ജോസഫ് കോളേജ് ട്രെയിനിങ് കോളേജ് BEdന് വരികയാണ് ചെയ്തത്, നാച്ചുറൽ സയൻസ്. അപ്പം മിസ് ഇവിടുത്തെ ഒരു ലൈഫ് കഴിഞ്ഞ്, അതായത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് മിസ് വീട്ടിലോട്ട് പോയി കഴിയുമ്പം ആസ് എ ഫാമിലി പേഴ്സൺ എങ്ങനെയാണ് മിസ്? ഇവിടുത്തെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഫാമിലിയാണ്. ഹസ്ബൻഡാണേലും കുട്ടികളാണേലും ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് തന്നെ ബ്രില്യൻറ്റിൻ്റെ ടൈം ടേബിൾ അനുസരിച്ചാണെന്ന് പറയാം. അപ്പം ഡെയിലി അവർക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ച് ഇവിടുത്തെ ടൈം ടേബിൾ 7:30ക്കാണ് ക്ലാസ്സെങ്കിൽ അതിനനുസരിച്ച് റെഡിയായി വരിക, വൈകുന്നേരം ചെല്ലുക, അതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികളുടെ പഠിത്തമൊക്കെ മിസ് എങ്ങനെയാണ് നോക്കുന്നത്? ഒരു 5th ക്ലാസ് വരെ ഞാൻ അവരെ പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷം അത്യാവശ്യം തന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് വലിയ പ്രയോജനമാണ്. അവരാണേലും ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് എക്സാമൊക്കെ വരുമ്പോഴത്തേന് അവരുടെ കാര്യങ്ങൾ നോക്കാൻ കുറച്ചുകൂടെ കെയർ കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പം മൊത്തത്തിൽ മിസ്സിൻ്റെ ഈ ഒരു പ്രൊഫഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി തന്നെയല്ലേ? വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിയാ BEd കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെ അഡ്മിഷൻ കിട്ടണം അല്ലെങ്കിൽ ജോലി കിട്ടണം എന്നൊക്കെ പേരൻസ് ആണേലും ആഗ്രഹിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് ആഗ്രഹിച്ചാലും നമുക്ക് ഇവിടെ എത്തിയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാം കൊണ്ടും വളരെ സേഫാണ്. നമുക്ക് സാലറി വൈസ് ആണേലും ജോലി ചെയ്യുന്നതിൻ്റെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ആണേലും എന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കിയപ്പോൾ വീട്ടുകാർക്കും വളരെ സന്തോഷം. പപ്പയും മമ്മിയും വളരെ ഹാപ്പി ആയിരുന്നു. ബ്രില്യൻ്റ് എന്നുള്ളത് നമുക്ക് എല്ലായിടത്തും പേര് കേട്ട ഒരു സ്ഥാപനമാണ്. ആ സമയത്ത് വളർന്നു വരുന്നതേ ഉള്ളെങ്കിൽ പോലും പപ്പ മരിച്ചുപോയി. പക്ഷേ ഈ ഒരു സ്ഥലത്ത് വളരെ സേഫായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നത്, ടീച്ചറായിട്ടും ജോലി ചെയ്യുന്നത് കണ്ടിട്ട് മരിക്കാനായിട്ട് സാധിച്ചു പപ്പയ്ക്ക്. മമ്മിയാണേലും അല്ലെങ്കിൽ സഹോദരങ്ങൾ, എൻ്റെ 2 സഹോദരങ്ങളും UK-ലും അയർലൻഡിലുമായിട്ട് ജോലി ചെയ്യുന്നത്. ഇപ്പോഴും ഇവിടുത്തെ റിസൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്കല്ലേ ഫസ്റ്റ് റാങ്ക്, ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ നൈബേഴ്സ് പോലും ഇന്ന് റിസൾട്ട് വന്നായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഇത്തവണത്തെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡ്രീം നമ്പറിലേക്ക് നമ്മളെത്തി. 720 എന്നുള്ള ഡ്രീം നമ്പർ. ഞാൻ വരുന്ന സമയത്ത് വന്ന് കാല് കുത്തുമ്പോൾ നിനോയ് ജോബ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് കേരള എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുക 2005. അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ വന്നതിൻ്റെ ഒരു ഐശ്വര്യം എന്നുള്ള രീതിയിൽ ഞാൻ കാണാറുണ്ടായിരുന്നു. നമ്മുടെ 2007 നമ്മുടെ സെല്ലാർ റീജിയനിലേക്ക് പോകുന്ന ഒരു ക്രിസ്മസ് ട്രീ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. 2007 ഒരു ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അത്, ക്രിസ്മസ് ട്രീ ആയിട്ട്. അതിനുശേഷം അത് നട്ടുപിടിപ്പിച്ച് ഓരോ ലെയർ ഹൈറ്റ് വെക്കുമ്പോഴും ഞാൻ വിചാരിക്കും ഇതിനനുസരിച്ച് ബ്രില്യൻ്റ് വളരുകയാണല്ലോ. A ബ്ലോക്കിൻ്റെ ആദ്യത്തെ ബിൽഡിങ് 2ാം നില മാത്രമേ ഉള്ളായിരുന്നു, അതിന് മുകളിലേക്ക് വളരുന്നു. B ബ്ലോക്ക് എന്നുള്ളത് വരുന്നു, C ബ്ലോക്ക് വരുന്നു, ഓരോ തവണയും അത് കഴിഞ്ഞ് D ബ്ലോക്ക് വരുന്നു. ഇതിൻ്റെ വളർച്ചയിലൂടെ നമ്മളും സന്തോഷിക്കുകയാണ്, നമ്മളും വളരുകയാണ്. അത് ഇവിടുത്തെ എല്ലാ ഡയറക്ടേഴ്സ് മുതൽ ചേച്ചിമാർ വരെയുള്ള എല്ലാ ജോലി ചെയ്യുന്നവരുടെയും ഒരു ഹാർഡ് വർക്കിങ്ങിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ റിസൾട്ടും ഒക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും ചെറിയ കാലം തൊട്ട് ഇപ്പം ഇത്രയും വലിയൊരു പ്രസ്ഥാനമായി മാറുന്നിടം വരെ മിസ് ആ ജേർണി ഫുൾ ഉണ്ടല്ലേ? അപ്പം ഇത്രയും ഒരു ലോങ് ജേർണി ബ്രില്യൻറ്റിന്റെ കൂടെ പോകുമ്പോഴത്തേക്കും മിസ്സിന് എന്താ ആക്ച്വലി തോന്നുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു മീറ്റിങ്ങിൽ ഉലഹന്നാൻ മത്തായി സാറ് പറയുന്നത് കേട്ടു ഇതേ വാക്കുകൾ. ഞാനിങ്ങ് വന്നപ്പോൾ നിനോ ജോബിന് ഫസ്റ്റ്, പിന്നെ ഇത് ഓരോ വെച്ചടി വെച്ച് ഉയരുകയാണ്. അപ്പം എല്ലാവരുടെയും മനസ്സിൽ ഇതാ, നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ ഉത്തരം താങ്ങുന്ന പല്ലി എന്നുള്ള ഫീലിംഗ് ആണ് നമുക്ക്. എൻ്റെ ചുമലിലാണ് എല്ലാം. അതെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നിടത്ത് ഞാൻ പറയുന്നത് ആക്ച്വലി നെടും തൂണുകളായിട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ തലയിലാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നിടത്ത് ഇതിൻ്റെ സക്സസ് ആണ്. അത്രയും നമ്മൾ ശ്രദ്ധിക്കുന്നു, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ചെയ്യുന്നു. എല്ലാവരും കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലാകട്ടെ, നോട്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാകട്ടെ, പഠിപ്പിക്കുന്നവരാകട്ടെ, ക്ലാസ് ടീച്ചേഴ്സ് ആകട്ടെ, ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാനൊരു ദിവസം ആബ്സെൻ്റ് ആയാൽ എന്ത് സംഭവിക്കും, എല്ലാം തകിടം പറയുമല്ലോ, അല്ലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട് തരുന്നതാണ്. എക്സാമൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ പ്രൂഫൊക്കെ റീഡ് ചെയ്തില്ലെങ്കിൽ അത് തകരാറിലാകുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നിടത്താണ്, അല്ലെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കുന്നിടത്താണ് ഇതിൻ്റെ സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ഓരോ സ്റ്റാഫിൻ്റെയും ഉത്തരവാദിത്തമാണ് ഈ സ്ഥാപനം നേരെ പോകുക എന്നുള്ളതല്ലേ? അതെ, ഓരോരുത്തരും വിചാരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് കാണുന്നത്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ സ്ട്രോങ് പില്ലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 4 ഡയറക്ടർമാരാണ്. അപ്പോൾ മിസ് വന്ന കാലം തൊട്ട് ഇതുവരെ ഡയറക്ടർമാരെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ലീഡ് ചെയ്തു പോയിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിക്കുന്നത് സന്തോഷ് സാറാണ്. അത് കഴിഞ്ഞ് ജോർജ് സാറിനെ എനിക്ക് പരിചയമുണ്ട്. ബാക്കി 2 പേരെ എനിക്കറിയത്തില്ല. 4 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് മാസ് സാറിനെയൊക്കെ, നമ്മുടെ HR ഡിപ്പാർട്ട്മെൻറ്റിനെ സാറിനെ കാണുമ്പോൾ ഇതാണ് ഡയറക്ടർ എന്നൊക്കെ ഞാൻ ഓർക്കും. പക്ഷേ അതല്ല എന്നൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ മരിയൻ്റെ സെൻറ്ററിലെ കൊട്ടാരം ക്യാമ്പസിൽ നിന്ന് പതുക്കെ A ബ്ലോക്കിലേക്ക് ട്രാൻസ്ഫറായിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം റെഗുലേറ്റ് ചെയ്യാനായിരുന്നു, ലൈബ്രറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ പുതിയതായിട്ട് വന്ന ടീച്ചേഴ്സും എല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ട് ലൈബ്രറി സ്റ്റാഫും എല്ലാവരും എല്ലാ ജോലിക്കും കൂടണമായിരുന്നു എന്നുള്ളത് അന്നത്തെ ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെ കണ്ടുപഠിച്ചേക്കുന്നത്. നമുക്ക് നിർദ്ദേശങ്ങൾ തരാൻ ആൾക്കാരുണ്ട്. എക്സാം ആണെങ്കിലും മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ്. മെഡിക്കൽ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ കൺട്രോളറായിട്ട് റോഷിനി ടീച്ചറുണ്ട്. എഞ്ചിനീയറിംഗ് സെക്ഷൻ്റെ കൺട്രോളറായിട്ട് ബിജു ജെയിംസ് സാറുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു തരുന്നത് എന്താണോ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാ ഡ്യൂട്ടിയിലും തന്നെ പങ്കുചേരണം. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ബുക്കൊക്കെ അടുക്കി വെക്കുമ്പോഴത്തേന് നമ്മുടെ കൂടെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട്
മറ്റു പലരും വന്നിരിക്കുക, ഷെൽഫൊക്കെ മാറ്റി വെക്കുന്ന ഒരാളെ പുതിയതായിട്ട് കാണുന്ന നമ്മൾ ശ്രദ്ധിക്കുമോ, അതിനൊക്കെ നമുക്ക് സഹായം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആരോ നമുക്ക് പറഞ്ഞു തരിക അത് സ്റ്റീഫൻ സാറാണ്, ഡയറക്ടറാണെന്ന്. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂടെയാണ് ഓരോ ജോലിയും ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ കൂടെ ഓരോ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സിൻ്റെ കാര്യം നോക്കാനൊക്കെ ആയിട്ട് സെബാസ്റ്റ്യൻ സാറിനെയും പിന്നെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലാണേലും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏത് പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ സഹോദരങ്ങളെ പോലെ നമ്മളെ കരുതുന്നവരാണ് ഇവർ. അപ്പോൾ പല കാര്യങ്ങളിലും എനിക്ക് പല കാര്യങ്ങൾ എടുത്തു പറയാനും തോന്നുന്നുണ്ട്. എല്ലാം കൂടെ പറയാനായിട്ട് സമയമില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കേണ്ടിയൊക്കെ വന്നു. ആ ഹോസ്റ്റലിൽ നിന്നിട്ട് വരാനൊക്കെ അനുവദിക്കുന്നു. അല്ലെങ്കിൽ പല നമ്മുടെ വീട്ടിലെ ഫംഗ്ഷനുകളിലൊക്കെ സഹോദരങ്ങളെ പോലെ തന്നെ ഇവർ വന്ന് സംബന്ധിക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ പല കാര്യങ്ങളും അസുഖ വിവരങ്ങൾ തിരക്കുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അത് ഓരോ സ്റ്റാഫിനോടും അവരങ്ങനെയാണെന്നുള്ളതാണ്. അതുപോലെ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കൂടെ തന്നെ ഏത് കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ എക്സാമിൻ്റെ പേപ്പർ വാല്യുവേഷനിലാണെങ്കിലും എല്ലാവരും വന്നിരിക്കുന്നത് നമ്മൾ അവരുടെ കൂടെയാണ്. പേപ്പർ പണ്ട് മാനുവലായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് OMR ഷീറ്റ്. അപ്പോൾ അതൊക്കെ ഒരു ഉത്സവകാലം എന്ന് പറയാമായിരുന്നു. മോഡലൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് മോഡൽ എക്സാം കഴിയുന്നു, ഒരു ടീം മാർക്ക് വാല്യുവേഷൻ മാറുന്നു, വേറൊരു ടീം കുട്ടികളെ മാനേജ് ചെയ്യാൻ പോകുന്നു, ആൻസർ ഷീറ്റ് കൊടുക്കുന്നു, റാങ്ക് ലിസ്റ്റ് ഇറക്കുന്നു. ഇവരും നമ്മുടെ കൂടെ തന്നെ എല്ലാവരും ഒത്തൊരുമയോടെ ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോഴും ഇത്രയേറെ വളർന്നിട്ടും ഇപ്പോൾ കാണുമ്പോഴും അതേ സ്നേഹവും നമുക്ക് ആ ഒരു ബഹുമാനം കലർന്നാണേലും ആ സ്നേഹത്തോടെ ഡയറക്ടേഴ്സിനെ ഫേസ് ചെയ്യാനും എന്ത് കാര്യമുണ്ടെങ്കിലും പറയാനും സാധിക്കുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് കിട്ടിയ ഒരേ ഒരു ഭാഗ്യമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഫാക്കൽറ്റിമാരെയും സ്റ്റാഫുകളെയും ഒരേപോലെ കാണുന്ന ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പറയാല്ലേ. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. സ്റ്റീഫൻ സാർ ഒരു തീരുമാനം എടുത്താൽ അത് മാറ്റാൻ പറ്റുകയില്ലെന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. സന്തോഷ് സാർ വളരെ നമ്മളോട് കരുതലോട് സംസാരിച്ച് ഓരോ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാലും അതൊക്കെ മാനേജ് ചെയ്തു തരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ജോർജ് സാറ് അതായത് വന്ന വഴി മറക്കാത്ത ആളെന്നാണ് എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്. ഏത് മീറ്റിങ്ങിലാണേലും ബ്രില്യൻ്റ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെ, ഇപ്പോഴെത്തി നിൽക്കുന്നത് എങ്ങനെ, അത് പറയുമ്പോൾ സാറിനത് പറയേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് ഞാൻ ഓർക്കും. എപ്പോഴും എന്തിനാണ് പറയുന്നത്? പക്ഷേ സാറ് ആ വന്ന വഴി മറക്കാതിരിക്കുക, അതിവിടെ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. അതുപോലെ സെബാസ്റ്റ്യൻ സാറ് കൊച്ചേ എന്നുള്ള ഒരു വിളി അതിവിടെ പലരും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് മക്കളോടുള്ള ആ ഒരു സ്നേഹത്തോടെ പെരുമാറുന്ന ഡയറക്ടേഴ്സ്, അത് അവരെത്രയോ വലിയ പൊസിഷനിലാണ്, എന്നാലും നമുക്ക് തരുന്ന ആ സ്നേഹവും കരുതലും അതൊരിക്കലും മറക്കാൻ പറ്റുമല്ല. അതാണ് ആ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. മിസ് ബ്രില്യൻ്റിൽ വരുന്നതിന് മുമ്പ് കുറേ സ്കൂളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അവിടെ കിട്ടിയതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആണോ, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണോ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? തീർച്ചയായും. അവിടെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് വന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിൽ ജോലി ചെയ്യുക, പോവുക. സ്റ്റുഡൻസ് ആണെങ്കിലും ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന 80 കുട്ടികളുണ്ടെങ്കിൽ ആ 160 കണ്ണുകൾ നമ്മളുടെ നേരെയായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറയുന്ന ഓരോന്നും വലിയ കാര്യമായിട്ട് അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്വീകരണമൊന്നും നമുക്ക് അവിടെ ഇല്ലായിരുന്നു. പഠിപ്പിക്കുക, പോരുക, ആ ഒരു ബന്ധമേ ഉള്ളായിരുന്നു. ഇവിടെ അതല്ല, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുക, നമ്മുടെ സ്ഥാപനം വളരുന്നതോടൊപ്പം നമ്മളും വളരുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ച കാര്യമാണ്. ശരിയാ, നമുക്ക് കിട്ടുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാക്സിമം നമ്മളെ കൊണ്ട് നമ്മുടെ പൊട്ടൻഷ്യൽ കൊടുക്കുക എന്നതാണ് നമ്മുടെ നമുക്ക് ചെയ്യാൻ. അപ്പം മിസ് ഇവിടെ ഒരു സക്സസ്ഫുൾ ലേഡിയായിട്ട്, ഒരു ലേഡി പ്രൊഫസറായിട്ട് ഇവിടെ മിസ്സിൻ്റെ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രില്യൻറ്റിൻ്റെ ആരംഭഘട്ടം മുതൽ ബ്രില്യൻറ്റ് ഇപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം വരെയും ബ്രില്യൻറ്റിൻ്റെ കൂടെ ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഒരു ഭാഗമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മിഥു മിസ്. അപ്പം മിസ്സിൻ്റെ തുടർ ജീവിതത്തിലും ഇതുപോലെ തന്നെ ബ്രില്യൻറ്റിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിലും മിസ് ഒരു സക്സസ്ഫുൾ ലേഡി പ്രൊഫസറായിട്ട് തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹവും ദൈവം തരട്ടെ. താങ്ക് യു മിസ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.